ഡൽഹി ജമാ മസ്ജിദിലാണ് അവസാനത്തെ വെള്ളിയാഴ്ചത്തെ നോമ്പ് തുറയും കഴിഞ്ഞ് പതിനായിരക്കണക്കിന് ആളുകൾ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡൽഹിയിൽ വളരെ കാലങ്ങളായി തന്നെ ഈ റംസാൻ മാസം ആഘോഷത്തോടെ ജനങ്ങൾ കൊണ്ടാടുന്ന മാസമാണ്. എനിക്കിപ്പം വി ബാലഗോപാലുണ്ട്. ചേട്ടാ, നമ്മളിവിടെ സന്തോഷത്തിൻ്റെ വലിയ കാഴ്ചകളാണ് കാണുന്നത്. ആളുകൾ നോമ്പ് തുറക്കുന്നു, പുറത്തേക്ക് പോകുന്നു. എല്ലാ ദിവസവും തിരക്കുകളാണെങ്കിൽ ഈ നോമ്പ് മാസത്തിൻ്റെ റംസാൻ മാസത്തിൻ്റെ ഒരു ആഘോഷമുണ്ട്. പക്ഷേ അടുത്ത കാലത്തായി നമുക്ക് ഈ കാഴ്ചകളിൽ ചില മാറ്റം ഡൽഹിയിൽ ഫീൽ ചെയ്യുന്നുണ്ടല്ലേ? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ ഇഫ്താറുകൾ കുറയുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ നടത്തുന്ന ഇഫ്താറുകൾ, പണ്ടൊക്കെ ഞാനൊക്കെ ഡൽഹിയിൽ വരുന്ന സമയത്ത് ഈ രാഷ്ട്രീയ നേതാക്കളൊക്കെ നടത്തുന്ന ഇഫ്താറുകളായിരുന്നു ഈ റംസാൻ മാസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അന്ന് അഹമ്മദ്, നമ്മുടെ കേരളത്തിൽ നിന്നുള്ള അഹമ്മദ് സാറിൻ്റെ ഇഫ്താർ വളരെ പ്രശസ്തമായിരുന്നു. ഒത്തിരി പേര് വിളിക്കുമായിരുന്നു. അന്നായിരുന്നു ഈ ഡൽഹിയിൽ തന്നെ ഒട്ടേറെ രാഷ്ട്രീയ നേതാക്കൾ, മന്ത്രിമാർ, അങ്ങനെ വിവിധ തുറകളിൽപ്പെട്ടവരൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ അങ്ങനത്തെ ഈ രാഷ്ട്രീയ പാർട്ടികളോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളോ ഒക്കെ സംഘടിക്കുന്ന ഇഫ്താറുകൾ വളരെ കുറഞ്ഞു വരും. അഹമ്മദ് നടത്തുന്ന ഒരു ഇഫ്താറിലേക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടിയും പെട്ട ആളുകൾ വരുമായിരുന്നു. എല്ലാവരും വരുമായിരുന്നു. എല്ലാ ഭരണ പ്രതിപക്ഷ ഭേദമന്യേ അതിനകത്ത് അതൊരു കൂട്ടായ്മയായിരുന്നു. BJP-ക്കാർ പങ്കെടുക്കുമായിരുന്നു. തീർച്ചയായിട്ടും എത്രയോ മന്ത്രിമാർ, എനിക്ക് തന്നെ നല്ല ഓർമ്മയുണ്ട്. ഈ പ്രമോദ് മഹാജൻ, അതുപോലെ തന്നെ പല നേതാക്കളും, BJP-യുടെ തന്നെ പല നേതാക്കളും, എന്തിനേറെ പറയുന്നു, LK അദ്വാനി വരെ അഹമ്മദിൻ്റെ ഇഫ്താറിൽ പങ്കെടുത്ത ചരിത്രമാണ്. 2014 മുമ്പല്ലേ അല്ലേ? 2014 ശേഷവും കുറച്ചൊക്കെ ഇഫ്താറുകൾ ഉണ്ടായിരുന്നു രാഷ്ട്രീയ. പക്ഷേ 2019 ശേഷം അങ്ങനെ ഈ പൊളിറ്റിക്കൽ ഇഫ്താറുകൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല. ഇപ്പം മറ്റേ സമ്പൂർണ്ണമായിട്ട് ഇല്ല എന്ന് തന്നെ പറയാം. ഏറ്റവും അവസാനം ഈ രാംവിലാസ് പാസ്വാൻ, നിതീഷ് കുമാറൊക്കെ ആയിരുന്നു ഡൽഹിയിൽ ഈ പൊളിറ്റിക്കൽ ഇഫ്താറുകൾ നടത്തിയിരുന്നത്. പക്ഷേ അഹമ്മദിന് ശേഷം മുസ്ലിം ലീഗ് നേതാക്കൾ പോലും അങ്ങനെ ഇഫ്താറുകൾ നടത്താറില്ല എന്നുള്ളത് ഒരു കാര്യമാണ്. എന്തായിരിക്കും അതിൻ്റെ ഒരു കാരണമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന സംഗതി? അതിന് കാരണം നമ്മൾ ഈ പറയുന്നത് പോലെ തന്നെ മാറിയ രാഷ്ട്രീയ സാഹചര്യമായിരിക്കാം. ഇന്ത്യയുടെ ഒരു വർത്തമാനകാല രാഷ്ട്രീയ സാഹചര്യമായിരിക്കാം അതിനൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന്. പക്ഷേ ഇത് പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ കാലഘട്ടം തൊട്ടുണ്ടായിരുന്ന ഞാനതിൽ വായിച്ചത് രാഷ്ട്രപതി ഭവനിലും പ്രധാനമന്ത്രിയുടെ വീട്ടിലൊക്കെ കോൺഗ്രസ് ആസ്ഥാനത്തൊക്കെ റംസാൻ ഈ ഇഫ്താർ മീറ്റുകൾ നടന്നിട്ടുണ്ട് എന്ന് കോൺഗ്രസ് നേതാക്കൾ, അതായത് സോണിയാഗാന്ധി ഇന്ന് ഇഫ്താർ ഹോസ്റ്റ് ചെയ്യായിട്ട് എനിക്കറിയില്ല, ഞാൻ അങ്ങനെ ഒന്നും പങ്കെടുത്തിട്ടില്ല. പക്ഷേ പല കോൺഗ്രസ് നേതാക്കളും ഹോസ്റ്റ് ചെയ്യുന്ന ഇഫ്താറുകളിൽ സോണിയ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, അത്തരം ഇഫ്താറുകളിലായിരുന്നു യഥാർത്ഥത്തിൽ ഡൽഹിയിൽ ഒരു രാഷ്ട്രീയം പോലും ഉരുത്തിരിഞ്ഞു വന്നിരുന്നത്. 2001 ജോർജ് ഫെർണാണ്ടസിനെതിരായുള്ള ആരോപണം സോണിയാഗാന്ധി ആദ്യം ഉന്നയിക്കുന്നത് ഒരു ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്ത് പുറത്തു വന്നപ്പോഴായിരുന്നു. സയ്യിദ് ഷാനവാസ് ഹുസൈൻ BJP നേതാവായിരുന്നു. അദ്ദേഹം നടത്തിയിരുന്ന ഇഫ്താറിൽ ഒട്ടേറെ BJP നേതാക്കളൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഈ BJP നേതാക്കന്മാർ പ്രത്യേകിച്ച് അടുത്ത കാലത്ത് നോക്കുമ്പോൾ AB വാജ്പേയി ഉൾപ്പെടെയുള്ള, അല്ലെ അദ്വാനി ഉൾപ്പെടെയുള്ള ആളുകൾ, അതിനുശേഷമുള്ള അമിത്ഷാ അല്ലെങ്കിൽ മോദി ഉൾപ്പെടെയുള്ള ആളുകൾ എപ്പോഴെങ്കിലും ഇഫ്താർ മീറ്റുകൾ നടത്തിയായിട്ട് ഓർമ്മയിലുണ്ടോ? ഈ അമിത്ഷാ മോദി കാലഘട്ടം വന്നതിന് ശേഷം അങ്ങനെയുള്ളത് എനിക്കറിയില്ല. പക്ഷേ വാജ്പേയിയുടെ കാലഘട്ടത്തിൽ ഒക്കെ ഈ പറഞ്ഞതുപോലെ സയ്യിദ് ഷാനവാസ് ഹുസൈൻ ഇഫ്താർ നടത്തുമായിരുന്നു. അതിനുശേഷം BJP ഒരു മുസ്ലിങ്ങളുടെ ഒരു സംഘടന തുടങ്ങി, RSS അനുകൂലമായ ഒരു സംഘടന. ആ സംഘടന നടത്തിയ വെജിറ്റേറിയൻ ഇഫ്താർ, ഇന്ദ്രേഷ് കുമാർ ആയിരുന്നു അതിന് നേതൃത്വം വഹിച്ചിരുന്നത്. അങ്ങനെയുള്ള ഒരു പ്രത്യേകതകളൊക്കെ ഈ ഇഫ്താറിനുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊന്നുമില്ല. ഇനിയിപ്പം കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ ഈ അവസ്ഥയ്ക്ക് ഇപ്പോൾ നമ്മൾ കാണുന്ന അവസ്ഥകൾക്കും ഒരുപക്ഷെ മാറ്റം വന്നേക്കാന്നുള്ള അവസ്ഥയാണോ ഡൽഹിയിലുള്ളത്? അങ്ങനെ തോന്നുന്നു? ഡൽഹിയിൽ ഒരുപാട് വർഷമായി ജീവിക്കുന്നു. അത് നമുക്ക് ഒന്നും പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ, അതായത് ഉത്തരേന്ത്യയിൽ ഇപ്പോൾ അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഇഫ്താറുകളില്ല. എനിക്ക് തോന്നുന്നു ദക്ഷിണേന്ത്യയിൽ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവൊക്കെ നടത്താറുണ്ട്. പക്ഷേ ഉത്തരേന്ത്യയിലേക്ക് വരുമ്പോഴത്തേക്കും അങ്ങനെയുള്ള ഒരു കൂട്ടായ്മ, ഇഫ്താർ കൂട്ടായ്മകൾ രാഷ്ട്രീയ നേതാക്കൾ നടത്തുന്ന പൊളിറ്റിക്കൽ ഇഫ്താറുകളില്ല. ഈ മതം രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് അല്ലെങ്കിൽ രാഷ്ട്രീയ മതത്തിൽ ഇടപെടുന്നത് എന്നൊക്കെ സംബന്ധിച്ച ഒരു വിഷയമാണിതെന്ന് തോന്നുന്നു. എന്തായാലും സാഹോദര്യം മുന്നോട്ട് പോകട്ടെ ശക്തമായി എന്നുള്ളത് മാത്രം നമുക്ക് ആഗ്രഹിക്കാം. തീർച്ചയായും അത് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നുള്ള. ഈ പുണ്യമാസത്തിൽ അതിനപ്പുറം വലിയൊരു സന്ദേശമില്ല. സാഹോദര്യവും പങ്കുവെക്കലും. ഓക്കെ, തീർച്ചയായും.